ഒരാളെ വയറ് കാണാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഐറ്റമായിട്ട് ഇന്ന് കാണിക്കുന്നത്. ഉണ്ടാക്കാൻ ഇത്ര എളുപ്പമായിരുന്നോ എന്ന് ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് തോന്നിപ്പോവും. അതുമാത്രമല്ല കഴിച്ചാൽ കഴിച്ചുകൊണ്ടേയിരിക്കും. 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ്, അതിലേക്ക് 3 ടീസ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ബ്രൗൺ ഷുഗർ ആട്ടോ എടുത്തിട്ടുള്ളത്, നിങ്ങൾക്ക് നോർമൽ ഷുഗർ എടുത്താലും മതി. അതിലേക്ക് ഇളം ചൂടുള്ള 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുക. പാലിന് പകരം ഇളം ചൂടുള്ള വെള്ളം ആയാലും കുഴപ്പമൊന്നുമില്ല, പാലാകുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റി ആയിരിക്കും കേട്ടോ. പാലിൻ്റെ ചൂട് കൂടി പോവരുതേ. എന്നിട്ട് 10 മിനിറ്റിന് ശേഷം നോക്കുമ്പോൾ അത് നന്നായിട്ട് ഫെർമെൻ്റ് ആയിട്ടുണ്ടാവും. എന്നിട്ട് അതിലേക്ക് ഒരു അരിപ്പയിലൂടെ 2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ അരിച്ചെടുക്കാം കേട്ടോ. അതിനുശേഷം അതിലേക്ക് ഒലീവ് ഓയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഒഴിച്ചു കൊടുക്കുക. ഒലീവ് ഓയിൽ ഉണ്ടെങ്കിൽ അത് തന്നെ ചേർക്കട്ടെ. അത് 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ എന്തായാലും വെള്ളത്തിൻ്റെ അളവ് കുറച്ച് കുറവുണ്ടായിരിക്കും കേട്ടോ. നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത് പിസ്സയാണ്. അപ്പോൾ നമ്മൾ ചപ്പാത്തി മാവിലേറെ കുറച്ചുകൂടെ ലൂസായിരിക്കണം നമ്മുടെ മാവ്. അപ്പോൾ കുറച്ചുകൂടെ ഇളം ചൂടുള്ള വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു 1 കപ്പ് എടുത്തിട്ട് മുഴുവനായിട്ടൊന്നും ഞാൻ ഒഴിക്കില്ല കേട്ടോ. അത് കുറേശ്ശെ ഒഴിച്ച് നോക്കാം. നമ്മൾ ഇങ്ങനെ കുഴച്ചെടുക്കുന്ന സമയത്ത് കുറച്ചൊരു ഒട്ടലുള്ള രീതിയിൽ വേണം ഈ ഒരു മാവ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ നല്ല സ്ട്രെച്ച് ചെയ്തിട്ട് ഇങ്ങനെ വലിച്ച് അങ്ങനെ വേണ്ടിയിട്ട് നമ്മൾ കുഴച്ചെടുക്കാൻ വേണ്ടി നല്ല സോഫ്റ്റായിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. അതിനുശേഷം നമുക്കതിൻ്റെ മുകളിൽ വീണ്ടും 1 ടേബിൾ സ്പൂൺ ഓയിലൊന്ന് ആക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കിയതിന് ശേഷം നമുക്കിത് 1-2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കാം. നമ്മുടെ റൂം ടെമ്പറേച്ചറിനനുസരിച്ചായിട്ട് നല്ല ചൂടുള്ള ഏരിയ ആണെന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് തന്നെ അതായി കിട്ടും. ഇനി ആ ഒരു സമയം നമുക്ക് ഒരു 200 ഗ്രാം ചിക്കൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തത് കുറച്ച് സൺഫ്ലവർ ഓയിലൊന്നും ഇട്ടിട്ട് നമുക്കിത് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. അത് ഒന്നും ചേർക്കാതെ നോർമൽ അതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കാട്ടെ ചെയ്തില്ല. വെള്ളമൊക്കെ നന്നായിട്ട് ഡ്രെയിൻ ചെയ്തതിന് ശേഷം എന്നിട്ട് അതിങ്ങനെ വൈറ്റ് കളറിലേക്ക് മാറില്ല, പിങ്ക് പോയിട്ട്. ആ ഒരു സമയമാകുമ്പോൾ നമുക്കതിലേക്ക് സോയാ സോസ് ചേർത്ത് കൊടുക്കാം. സോയാ സോസിൽ അത്യാവശ്യം കുറച്ച് ഉപ്പുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് വേണം പിന്നെ നമ്മൾ ഉപ്പ് ചേർക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അതിലേക്കൊരു 1.5 ടേബിൾ സ്പൂൺ സോയാ സോസും 1.5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കതിലേക്ക് എരിവിനൊക്കെ വേണ്ടിയിട്ട് ചില്ലി ഫ്ലേക്സ് ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അത് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. പിന്നെ ഗാർലിക് പൗഡർ 1/2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ഗാർലിക് പൗഡർ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടല്ലോ, പേസ്റ്റ് അതിൽ ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ അതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഒരുപാട് ഡ്രൈ ആയി പോകേണ്ട, സോഫ്റ്റായിട്ട് കുക്കാവുമല്ലോ ചിക്കൻ, അതേ രീതിയിലൊന്ന് ചിക്കൻ കുക്കാക്കി എടുത്താൽ മതി. അപ്പോൾ അത് ചിക്കൻ എല്ലാം കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഓയിലിൽ നിന്ന് ഈ ചിക്കനെല്ലാം മാറ്റി വേറെ ബൗളിലേക്ക് മാറ്റി വെക്കാം കേട്ടോ. ചിക്കൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇത് വേണമല്ലോ, നമ്മുടെ പിസ്സ സോസ്. അതും ഈസി ആയിട്ടാണ് തയ്യാറാക്കി എടുക്കുന്നത്. ടൊമാറ്റോ കെച്ചപ്പ് ഒരു 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂണ് ഗാർലിക് പൗഡറും 1/2 ടീസ്പൂണ് ചില്ലി ഫ്ലേക്സും 1/4 ടീസ്പൂണ് ഒറിഗാനോയും ചേർത്തിട്ടുണ്ട്. പിന്നെ ഞാൻ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാറുണ്ട് കേട്ടോ. അതാവുമ്പോൾ നമ്മുടെ ഒരു പിസ്സയ്ക്ക് നല്ല ടേസ്റ്റാണ്. എഗ്ലെസ് മയോണൈസ് ആട്ടോ ഞാൻ ചേർക്കാറുള്ളത്. അതും കൂടെ ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പിസ്സ സോസ് റെഡി. റെഡിമെയ്ഡ് പിസ്സ സോസ് ഉണ്ടെങ്കിൽ അതെടുക്കാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാൻ ഇവിടെ 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ മാവ് നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്നും കൂടെ ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഈ ഒരു മാവ് വെച്ചിട്ട് നമുക്ക് 2 പിസ്സ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ 2 ഭാഗമായിട്ട് നമുക്ക് മാറ്റാം. അപ്പം ഞാനിവിടെ ചെറിയൊരു ഭാഗം കൂടെ മാറ്റി കുട്ടികൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ടോ. ഇത് കാണുമ്പോൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ചെറിയൊരു പാത്രത്തിലും കൂടെ ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ ടോട്ടൽ 3 ഭാഗമായിട്ട് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. 2 വലുതും 1 കുഞ്ഞി ഒരു പിസ്സയായിട്ട് ചെയ്തെടുക്കുന്നത്. ഏതിലാണ് നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്നത് അതിൽ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതുപോലെ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുക. അതിന് മുകളിൽ ഇതുപോലെ കൈ വെച്ചിട്ട് ഇതുപോലെ പരത്തി കൊടുക്കുക. നല്ല ഒരുപാട് കട്ടിയിൽ പരത്തി കൊടുക്കൊന്നും വേണ്ട കേട്ടോ. അതിൻ്റെ ആ ഒരു ചുറ്റും ഉണ്ടല്ലോ, അത് മാത്രം കുറച്ചൊന്ന് ഹൈറ്റിൽ ഇങ്ങനെ ആക്കി കൊടുക്കുക. കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം. നമ്മളിത് ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയത്ത് തന്നെ ഒന്നും കൂടെ പൊങ്ങി വരും കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അത് നന്നായിട്ട് കുബൂസ് പോലെ പൊങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഫുള്ളായിട്ട് ഫോർക്ക് വെച്ചിട്ട് കുത്തി കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും കുത്തി കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്കിത് ഒന്നും കൂടെ ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റും കൂടെ ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുക. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് പൊങ്ങി വരും കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള 2 പ്ലേറ്റിലും കൂടെ ഇതുപോലെ ചെയ്തെടുത്തിട്ട് അതെല്ലാം ഇതുപോലെ തന്നെ കുത്തി കൊടുക്കുക കേട്ടോ. എല്ലാം ഇതുപോലെ തന്നെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കാം. പിന്നെ നമുക്കിത് ഓവണിലും ചെയ്യാം, ഓവണില്ലാതെയും ചെയ്യാം കേട്ടോ. നമ്മൾ കേക്കൊക്കെ ബേക്ക് ചെയ്യൂലേ, പാനിൽ ഇറക്കി വെച്ചിട്ട് ആ രീതിയിലും ചെയ്തെടുക്കാം. ഞാൻ ഇപ്പോൾ ഇത് ഓവണിലായിട്ട് ചെയ്യുന്നത്. ഓവണിലാകുമ്പോൾ പെട്ടെന്ന് ആയിക്കുട്ടികളും വേറെ പാത്രം എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ജസ്റ്റ് ഓവണിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ 3ഉം ഇതുപോലെ റെസ്റ്റ് ചെയ്യാൻ വെച്ചപ്പോൾ കണ്ടോ കുറച്ചും കൂടെ ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ആക്കി എടുത്തിട്ടുള്ള ഓവണിൽ OTGയിലും വെക്കുന്നുണ്ട് ഞാൻ. അതുപോലെ തന്നെ കൺവെൻഷൻ ഓവണിലും വെക്കുന്നുണ്ട് കേട്ടോ. ഒന്ന്
2 OTG ഓവനിലും 1 കൺവെൻഷൻ ഓവനിലുമാണ് വെച്ചിട്ടുള്ളത്. ഒരു 8 മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ. അതിനുശേഷം പുറത്തേക്ക് എടുക്കുക. ഇപ്പോൾ 8 മിനിറ്റ് ആയതിനു ശേഷം മുഴുവനായിട്ട് ഉള്ളൊന്നും കുക്കായിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, 8 മിനിറ്റ് മാത്രം വെച്ചാൽ മതി. അപ്പോൾ മുകൾ ഭാഗമൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ട് വരും, ഒന്നുകൂടെ നല്ല സോഫ്റ്റ് കുബൂസ് പോലെ ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ഈ ഒരു പിസ്സ സോസ് മുഴുവനായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം അതിന് മുകളിൽ നമുക്ക് മൊസറല്ല ചീസ് ഒന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഇട്ട് കൊടുക്കാം. 2 തവണയായിട്ട് മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കണം. അതിനനുസരിച്ച് ആദ്യം ഇട്ട് കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഇട്ട് കൊടുത്ത ശേഷം പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, അതും എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. 3ലും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ എന്തെല്ലാമാണോ ചേർക്കുന്ന വെജിറ്റബിൾസ് ഇഷ്ടമുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാൻ പിന്നെ എൻ്റെ കയ്യിൽ ജലാപ്പിനോ ഉണ്ടായിരുന്നു കേട്ടോ, അത് ഞാനിങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ചൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ സവാള ചേർക്കുന്നത് സവാള ചേർക്കാം, ചിലർ തക്കാളി ചേർക്കാറുണ്ട്, തക്കാളി ചേർത്ത് കൊടുക്കാം, ക്യാപ്സിക്കം ചേർത്ത് ചേർക്കുക. അപ്പോൾ ഞാൻ ക്യാപ്സിക്കം 3 കളേഴ്സിലുള്ളതുണ്ട്. അപ്പോൾ ഒന്ന് കളർഫുൾ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് 3 ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്, അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുകളിലായിട്ട് വീണ്ടും ചീസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ഓവനിൽ വെച്ച് കൊടുക്കാം. ഓവനിൽ വീണ്ടും ഒരു 10 മിനിറ്റ് വെക്കാം കേട്ടോ. അപ്പോൾ 10 മിനിറ്റിന് ശേഷം ഞാൻ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് തൊടുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല സോഫ്റ്റ് ബ്രെഡാണ്. എന്നിട്ട് നമുക്കിത് സെർവ് ചെയ്യാൻ സമയത്ത് അതിലേക്ക് കുറച്ചുകൂടി ഒറിഗാനോയും അതുപോലെ ചില്ലി ഫ്ലേക്സും ഒന്ന് മുകളിലൊന്ന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്ത് കഴിക്കാം. നല്ല ടേസ്റ്റ് ആട്ടോ ഈ രീതിയിൽ തയ്യാറാക്കി എടുക്കാമെന്നുണ്ടെങ്കിൽ. നിങ്ങൾ ഇങ്ങനെയല്ല പിസ്സ റെഡിയാക്കി എടുക്കുന്നതെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ യൂസ് ചെയ്തിട്ടുള്ള മയോണൈസ് ഒന്നും സ്കിപ്പ് ചെയ്യാതെ തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഇത് കട്ട് ചെയ്യുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അടിപൊളി സോഫ്റ്റ് ആയിട്ട് നമുക്ക് ഈ രീതിയിൽ കിട്ടും. പിന്നെ പിസ്സ അറിയാലോ, ചൂടോടെ കൂടെ കഴിക്കണം. ആ ചീസൊക്കെ നല്ല രീതിയിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ ചൂടോട് കൂടെ തന്നെ കഴിക്കണം. അപ്പോൾ ഞാൻ വലുത് 2ഉം ചൂടോട് കൂടെ തന്നെ വയറ് കാണാൻ വേണ്ടിയിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. വീഡിയോ ഇഷ്ടമായി